Aditi Arun, the young writer, is here. I'm so happy because it's a prayer of mine which is happening here. I was here for her 4th book last year, doing the same job, and I did pray at that moment that let Aditi come up with more and more books. So I'm so happy. After 42nd Sharjah International Book Fair, at the 43rd Sharjah International Book Fair, you are coming with your 5th book. God bless you. So Chronicles of the Dead. പ്രകാശനത്തിനായി എത്തിയിരിക്കുന്നത് ഈ Chronicles of Deadന്റെ ഫോർവേഡ് രചിച്ചിരിക്കുന്ന സുധീര ടീച്ചർ തന്നെയാണ് എന്നത് ആണ് ഈ നിമിഷത്തിന്റെ ഏറ്റവും ഭംഗി. സുധീര ടീച്ചറെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമായിട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമല്ല എന്നും തുറന്ന് പറയുന്ന വ്യക്തിത്വമാണ് സുധീര ടീച്ചർ. സ്വാഗതം. മറ്റൊരു വ്യക്തി കൂടി ഇവിടെ സാന്ദർഭികവശാൽ എത്തിയിരിക്കുന്നു. മലയാളി എവിടെയുണ്ടോ ഈ പേരുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇദ്ദേഹം എത്തിയത്. ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുവാൻ വളരെ എളുപ്പമാണ്. ആ വിലാസം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് പാരമ്പര്യമായിട്ടാണ് എന്നതുകൊണ്ട് അത് സ്വന്തം ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് നടക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. മലയാളി എവിടെയുണ്ടോ, മലയാളി എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം കേൾക്കുന്ന, നമ്മളെല്ലാവരും പറയുന്ന ആ പേര് 1975 ഒക്ടോബർ മാസം ആ മഹാനായ കാരണവർ രാഘവപ്പറമ്പിൽ വീട്ടിൽ നിന്നും ഇല്ലാതായിട്ടും നാളെ ഇന്നുവരെയും ഈ നിമിഷം വരെയും മലയാളി ആ പേര് ഓർത്തുകൊണ്ടേയിരിക്കുന്നു. രാഘവപ്പറമ്പിൽ തറവാട്ടിലെ, ചേർത്തലയിലെ ആ തറവാട്ടിലെ വയലാർ രാമവർമ്മയുടെ ആ തറവാട്ടിലെ ഇളമുറക്കാരനായ ചിന്ന വയലാർ ശരത്ചന്ദ്രവർമ്മ. ദൃശ്യ ടീച്ചർ, ദൃശ്യ ഷൈൻ അധ്യാപികയാണ് ഷാർജയിൽ തന്നെ. ആൻഡ് ഡോക്ടർ ബഷീർ കുട്ടി, he is also here from Government Medical College Trivandrum, psychologist. അപ്പൊ എല്ലാവരും ചേർന്ന് പോകുന്നവരാണ്. Doctor, I will speak to you after this session. I need to. So we'll get to the Swapna from Greek Books. We'll have the book release first and then we'll speak about it. First is of Aditi Arun, Sudhira ടീച്ചറിൽ നിന്നും ഡോക്ടർ സ്വീകരിക്കുന്നു. ഞാൻ അതിഥിയുടെ അച്ഛനെ അമ്മേനെ വിളിക്കും. And where is Aditya? That young bomb, tiny little bomb. Come here, man. സുധീര ടീച്ചർ സംസാരിക്കും. ക്ലാസ് റൂം അല്ലാത്ത സമയം പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമ്മുടെ പ്രിയപ്പെട്ട അതിഥിയുടെ 5ാമത്തെ പുസ്തകം ഷാർജ ബുക്ക് ഫെയറിൻ്റെ തിരശീല വീഴുന്ന ഒറ്റ ദിവസത്തിന് മുൻപ് ഇവിടെ പുറത്തിറങ്ങാണ്. അരുണിൻ്റെയും ധന്യയുടെയും ധന്യതയായ നമ്മുടെ പ്രിയപ്പെട്ട അതിഥി മോൾ. അപ്പോൾ അവൾക്ക് 13ാമത്തെ വയസ്സിൽ എങ്ങനെയാണ് 5ാമത്തെ പുസ്തകം എഴുതാൻ പറ്റിയെന്ന് ഞാൻ ഓർക്കാറുണ്ട്. ഞങ്ങളൊക്കെ എഴുതുന്ന കാലത്ത്, കുട്ടിക്കാലത്ത് എഴുതിയതൊക്കെ എടുത്തു വെക്കുമ്പോൾ ആരും പുസ്തകം ഇറക്കാൻ അന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പം കുട്ടികൾ 8ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേക്ക് തന്നെ കുട്ടികളുടെ പുസ്തകം 4ഉം 5ഉം. പക്ഷേ അതിഥിയുടെ കാര്യം വളരെ വ്യത്യസ്തമാണ്. അവൾ ശരിക്കും ഒരു എഴുത്തുകാരിയാണ്. അവൾ ഒരു ഏകാഗ്നിയായ കുട്ടിയാണ് ചെറുപ്പത്തിൽ തന്നെ. അപ്പം ഞാനൊക്കെ എങ്ങനെയായിരുന്നോ ചെറുപ്പത്തിൽ, അതേപോലെയാണ് അതിഥി. അധികം ആരോട് സംസാരിക്കില്ല. അവൾക്ക് അവളുടെ പാഠപുസ്തകങ്ങൾ, പിന്നെ എഴുതാനുള്ള ഒരു ലോകം, പിന്നെ അധികവും മൗനമാണ്, എംടിയെ പോലെ, അങ്ങനെയാണ്. അപ്പോൾ അതിഥിയുടെ ഈ പുസ്തകം ശരിക്ക്
മോഹൻ സാറൊക്കെ വരാമെന്ന് പറഞ്ഞിരുന്നു. ഈ ഷാർജ ബുക്ക് ഫെയറിൽ നമ്മൾ മോഹൻകുമാർ സാറിനോട് ശരിക്കും നന്ദി പറയേണ്ടതാണ്. കാരണം മലയാളികൾക്ക് അഭിമാനത്തിൻ്റെ മസ്തകം ഉയർത്തിപ്പിടിക്കാൻ കേൾപ്പ് തന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. നമ്മളൊക്കെ തന്നെ ഈ പുസ്തകത്തിൻ്റെ ഒക്കെ ചാർജ് അദ്ദേഹത്തിനാണ്. അതിൻ്റെ മേധാവിയായിരിക്കുന്ന അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. പിന്നെ ഈ കുട്ടിയുടെ പുസ്തകത്തിൽ ഇതിൻ്റെ അസാധാരണമായ ഭാവനയും അതുപോലെ അഗാധമായ അന്വേഷണവുമാണ് ഈ പുസ്തകത്തിൽ ഞാൻ കണ്ടത്. ഞാനാണ് ഇതിന് അവതാരിക എഴുതി കൊടുത്തത്. ഇംഗ്ലീഷിലുള്ള ഒരു പുസ്തകം, എത്ര പേജാണ്, 272 പേജുള്ള ഒരു പുസ്തകമാണ് ഈ കുട്ടി എഴുതിയിട്ടുള്ളത്. ഒരു നോവൽ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അതുമല്ല, മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള അതിർവരമ്പ് എത്ര നേർത്തതാണെന്ന് ഈ പ്രായത്തിൽ ആ കുട്ടി മനസ്സിലാക്കി. അപ്പോൾ അവളുടെ പുസ്തകത്തിൽ ഒരു ഭാഗത്ത് ജീവിതവുമായിട്ടുള്ള ഒരു കാല് ജീവിതത്തിനും മറ്റേ കാലം മരണത്തിനും കുത്തിയിട്ടാണ് ഇവള് പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ കലാപരതയും അതുപോലെ ഉൾക്കാഴ്ചയും ഒക്കെയുള്ള ഈ ഒരു പുസ്തകത്തിന് ഇതിന് സംസാരിക്കാൻ വന്നിട്ടുള്ള നമുക്ക് ഡോക്ടർ ബഷീർ കുട്ടി സാറിനെയും അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട വയലാർ സാറിനെയും ഒക്കെ കിട്ടിയതിൽ ശരിക്കും നമുക്ക് ഭാഗ്യമാണ്. അതേപോലെ തന്നെയാണ് ഡോക്ടർ ടെസ്സിയുടെ കഥയും സമാനമായ അനുഭവങ്ങളാണ്. യുദ്ധലോകത്തെ മരണവുമായിട്ടുള്ള പോരാട്ടമാണ്. അവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ യുദ്ധരംഗത്ത് ജോലി ചെയ്ത അവരുടെ ഈ പുസ്തകം നമ്മളെല്ലാവരും വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതിഥിമോൾക്കും അവരുടെ കുടുംബത്തിനെല്ലാം നന്മയേക്കാൾ വലിയ നന്മ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി. രണ്ട് പുസ്തകവും വായിച്ചിട്ടില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഒരു കാര്യമുണ്ട്. ഈ ക്രോണിക്കിൾസ് ഓഫ് ദ ഡെഡ് എന്ന് പറയുമ്പോൾ തന്നെ പണ്ടൊരു പുസ്തകമുണ്ട്, ലൈഫ് ആഫ്റ്റർ ഡെത്ത് വായിച്ചിട്ടുണ്ട് നമ്മൾ. ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നൊരു പുസ്തകമുണ്ട്. അത് ഇതുപോലെ, അത് കുറേ പേരോട്ട് മരിച്ചു കഴിഞ്ഞിട്ട് ജീവിതത്തിലേക്ക് അത് തന്നെ മരിച്ചു കഴിഞ്ഞ് തിരിച്ച് ജീവിതത്തിലേക്ക് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നവരെ അവരോട് ചോദിച്ച് ഒരു ഇൻ്റർവ്യൂ എഴുതിയൊരു ബുക്കാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് പെട്ടെന്ന് വളരെ വേഗത്തിൽ നമ്മൾ ഒരു ഇരുട്ടിൻ്റെ തുരങ്കത്തിലൂടെ നടന്ന് പാഞ്ഞു പോയിട്ട് പെട്ടെന്ന് വെളിച്ചത്തിലേക്ക് എത്തുന്നൊരവസ്ഥയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ മനസ്സിലുണ്ടായിരുന്ന ആ വെളിപ്പെടുത്തലെന്ന്. പക്ഷെ അത് രണ്ടാമതേ ഇദ്ദേഹത്തെ പോലെ സൈക്കോളജിസ്റ്റ് അവരൊക്കെ പറഞ്ഞിരുന്നത് ജനന സമയത്തുണ്ടാകുന്നൊരു ഫീഡ്ബാക്കാണ്. നമ്മൾ ഇരുട്ടത്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നിട്ട് നമ്മൾ പെട്ടെന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് അതവിടെ ഫീഡ് ചെയ്ത് കിടന്നതിൻ്റെ ഒരു രണ്ടാം ജന്മമാണെന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല. നമ്മളത് വായിക്കണം ആ പുസ്തകം കേട്ടോ. മോളെ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് ഡെഡ് മാൻ വാക്കിംഗ് എന്നൊരു സിനിമയുണ്ട്. ആ സിനിമ ഡോക്ടർ ബഷീർ. എല്ലാവർക്കും നമസ്കാരം. ക്രോണിക്കിൾസ് ഓഫ് ദി ഡെത്ത്, അതിഥി അരുൺ. ഇത് വല്ലാത്തൊരു മിറക്കൽ പോലെ എനിക്ക് തോന്നുന്നു. ഞങ്ങൾ സൈക്കോളജിസ്റ്റുകൾ, എസ്പെഷ്യലി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രി പഠിക്കുന്ന വ്യക്തികൾ സാറിൻ്റെ ഡെത്തിനെ മൂന്നായിട്ട് നിർവചിക്കാറുണ്ട്. സൈക്കോളജിക്കൽ ഡെത്ത്, ഫിസിക്കൽ ഡെത്ത് ആൻഡ് സോഷ്യൽ ഡെത്ത്. ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് തരത്തിലുള്ള മരണവും ഞങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് മരണത്തോടടുക്കുന്ന ഒരാളിനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 40 വയസ്സുള്ള ആൾ അല്ലെങ്കിൽ 30 വയസ്സുള്ള ആൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ സൈക്കോളജിക്കൽ ഡെത്തിലൂടെ ആയിരിക്കും കടന്നു പോവുക. മനസ്സുകൊണ്ട് അയാൾ ജീവിതം അവസാനിപ്പിച്ച രീതിയിൽ അത് കുറേ രീതിയിൽ അങ്ങനെ പോകും. സോഷ്യൽ ഡെത്ത് എന്ന് പറയുമ്പോൾ അന്ന് വരെയുള്ള സാമൂഹ്യ ബന്ധങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സമൂഹത്തിൽ നിന്ന് വിട്ടുമാറി ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരും ഒന്നും വേണ്ട എന്നുള്ള, അപ്പോൾ അവിടെ സോഷ്യൽ ഡെത്താണ് അവിടെ സംഭവിക്കുക. മൂന്നാമത്തെ ഫിസിക്കൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിനിക്കലി ദി സെസേഷൻ ഫ്രം ദി ബ്രീത്തിങ് ഇല്ലാതെയൊക്കെ ഹാർട്ടും ബ്രെയിനുമായിട്ടുള്ള ബന്ധം നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ക്ലിനിക്കലി ഡെത്ത് എന്ന് പറയുക. അങ്ങനെയാണ് സാധാരണ ഡോക്ടർമാർ ഡെത്ത്. അത് ഫിസിക്കൽ ഡെത്ത്. പക്ഷെ 3 തരം ഡെത്ത്. പിന്നെ ഈ പലതരത്തിലുള്ള പല ബുക്കുകളുണ്ട്. ഇത് ഈ മരണാനന്തര ജീവിതമുണ്ട്. അതുപോലെ തന്നെ സാറ് പറഞ്ഞ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ആ ബുക്കിന്റെ പേര്, മരണത്തിലേക്ക് പോകുന്ന സമയത്തുള്ള ലൈഫ് ആഫ്റ്റർ ഡെത്ത്. അങ്ങനെയുള്ള കുറേ ബുക്കുകളും പല ക്ലെയിംസും ഉണ്ട്. പല ആളുകളും മരിച്ചിട്ട് ജീവിച്ചിട്ട് മരണം ഞങ്ങൾ കണ്ടു എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. പക്ഷെ അവരുടെയൊക്കെ മനസ്സ് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ മിക്കവാറും എന്താ സംഭവിക്കുക, ഒരു വ്യക്തിയുടെ ജീവിത അനുഭവമാണ്, ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അറിവാണ് പലപ്പോഴും ഈ സമയത്ത് അവരുടെ അബോധ മനസ്സിൽ കുടികൊണ്ടിട്ട് അത് വരുന്നത്. അല്ലാതെ അവർ വ്യക്തമായ ഒരു സംഭവമല്ല. കാരണം പല വ്യക്തികളും, പല സമൂഹത്തിലുള്ള വ്യക്തികളുടെയും മരണത്തോടടുത്ത നിമിഷങ്ങൾ
നമ്മൾ വിശകലനം ചെയ്ത് നോക്കിയാൽ അവരുടെ ജീവിത അനുഭവമാണ്. ചിലർ പറയും തണലിൽ കൂടെ പോകുന്നു, കുഴലിൽ കൂടെ പോകുന്നു, ചിലർ പറയും ഞാനൊരു പ്രകാശം കണ്ടിട്ട് തിരിച്ചു വന്നു, ചിലർ പറയും ഞങ്ങൾ അവിടെ ചെന്നപ്പം ഏതോ ഒരു ദിവ്യശക്തി നീ തിരിച്ചു പൊയ്ക്കോളൂ എന്ന് പറയും. അങ്ങനെ ഒരുപാട് ക്ലെയിംസ് ഞങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഓരോ വ്യക്തികളാണ്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് എനിക്ക് വേറെ എൻ്റെ ഒരു മതപരമായിട്ടുള്ളൊരു ചിന്ത എനിക്കുണ്ട്. ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണ്. അതിൽ വളരെ ഖുർആൻ കൂടുതൽ അറിയുന്ന ഒരു വ്യക്തിയായിട്ട് അതിൽ വ്യക്തമായിട്ട് മരണാനന്തര ജീവിതം, ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ടും എന്നാൽ ഒരു ശാസ്ത്ര കുതുകി അല്ലെങ്കിൽ കൗതുകമുള്ളൊരു വ്യക്തിയായതുകൊണ്ട് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ മനുഷ്യ മനസ്സിൽ നിന്ന് പലതും വരും. പക്ഷേ പല രീതിയിലുള്ള ആത്മീയമായിട്ട് ചിന്തിച്ചാൽ മരണാനന്തര ജീവിതം വേറെ ഡിഫൈൻ ചെയ്യുന്നു. ഞാൻ അതിൽ കൂടുതൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അത് വേറെ. പക്ഷേ ശാസ്ത്രീയമായിട്ട് നമ്മൾ ഇതെല്ലാം അവലോകനം ചെയ്താലേ നമുക്ക് ജീവിതം കംപ്ലീറ്റ് ആക്കാൻ നോക്കും. ഏതായിരുന്നാലും ഈ ബുക്ക് എഴുതിയ അതിഥി എന്ത് അഭിനന്ദനമെന്ന് എനിക്ക് പറയാൻ വയ്യ. അത് സാധാരണ അഭിനന്ദനമല്ല, ഇത് നോവലാണ്. നോവൽ അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരുമിച്ച്. ഞാൻ ചെറുതായൊക്കെ എഴുതുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്കറിയാം വല്ലപ്പോഴൊക്കെ പാട്ടൊക്കെ വെച്ചിട്ടൊക്കെ ചെറിയ കവിതയൊക്കെ എഴുതാറുണ്ട്. അങ്ങയുടെ മുന്നിൽ ഇവിടെ നിൽക്കാൻ പറ്റിയ വലിയ സംഭവമാണ് കേട്ടോ. അത് മോളിക്കുലാർ ഡെത്ത് അല്ല, മോളിക്കുലാർ ഡെത്ത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതാണ്, ഈ ക്ലിനിക്കൽ ഡെത്തിനകത്തുള്ള അതാണ് സംഭവം എന്ന് എനിക്ക് തോന്നുന്നു. കെമിസ്ട്രി ലാബിൽ പറ്റുന്ന എന്തെങ്കിലും വലിയ വലിയ രാഷ്ട്ര നേതാക്കൾ മരിക്കുമ്പോൾ ക്ലിനിക്കൽ ഡെത്ത് കഴിഞ്ഞാലും ഡിക്ലെയർ ചെയ്യില്ല. മോളിക്കുലർ ഡെത്തിന് വേണ്ടി മോളിക്കുലർ ഡെത്ത് അത് സെലിബ്രേറ്റ് രീതിയിൽ അവർക്ക് സമയം സന്ദർഭം വെച്ചിട്ട് പറയാൻ വേണ്ടി മറ്റേ ആൾക്കാരെ കൈകാര്യം ചെയ്യാനുള്ള അതേ ഉള്ളൂ. ക്ലിനിക്കൽ ഡെത്ത് അവർ ഡിക്ലെയർ ചെയ്തില്ല. അതിന് പ്രത്യേക സമയ സന്ദർഭമുണ്ട്. പല സന്യാസിമാരുടെയും കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് മരിക്കുമെന്ന് പറയുന്ന വ്യക്തി നേരത്തെ മരിച്ചുപോയി, അതുവരെ സൂക്ഷിക്കും, മരിച്ചില്ല എന്ന് പറഞ്ഞ് വെളിയിൽ അറിയിക്കില്ല. അത് മോളിക്കുലർ ഡെത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതാണ് മോളിക്കുലർ ഡെത്ത്. ഈ ക്രൗഡിനെ സ്വാതന്ത്ര്യപ്പെടുത്തുന്ന ആണ് മോളിക്കുലർ ഡെത്ത്. അപ്പോൾ ഇവിടെ അതിഥിയുടെ കാര്യം പറഞ്ഞാൽ ഇത് വലിയൊരു സംഭവമാണ് കേട്ടോ. ക്രിയേറ്റിവിറ്റിയാണ്, ഇത് വലിയ സംഭവമാണ്. അത് ഭയങ്കര അഭിനന്ദനം അർഹിക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഡെത്ത് പോലെ ഒരു സബ്ജക്റ്റ് കുട്ടി മനസ്സിൽ വരുന്നതല്ല. ഇത് കുട്ടിയാണെങ്കിലും അതൊരു വലിയ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന വികസിച്ച് പന്തലിച്ച് ഇത്രയും ആക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. ഞാൻ 14ഓളം ബുക്ക് എഴുതിയിട്ടുണ്ട്. ഞാൻ വർഷങ്ങളാണ് തപസ് ചെയ്ത് ഓരോ ബുക്കും കംപ്ലീറ്റ് ചെയ്തത്. 14ാമത്തെ ബുക്കും 13ഉം 14ഉം ബുക്കാണ് എൻ്റെ നേരത്തെ ഞാനിവിടെ റിലീസ് ചെയ്തത്. അപ്പോൾ ഒരു ബുക്ക് എഴുതുന്ന കഷ്ടപ്പാടാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരെയാണ്. ഇനി മുമ്പോട്ട് പോകട്ടെ, ഒരുപാട് ചിന്തിക്കുക, സമൂഹത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ടീച്ചർ ദൃശ്യം. അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളെയും ഹൃദയത്തിൽ നെഞ്ചേറ്റുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം അതിഥി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ കുഞ്ഞാണ്. എൻ്റെ UAE പ്രവാസ ജീവിതത്തിനിടയിൽ എനിക്ക് കിട്ടിയ കുടുംബം എന്ന് പറയാം. ധന്യയുടെ, അരുണിൻ്റെയും കുടുംബം, അവരുടെ മക്കൾ എൻ്റെയും മക്കളാണ്. ധന്യയാണ് എന്നെ UAE മൊത്തം ചുറ്റിക്കാണിക്കാൻ കൊണ്ട് നടക്കാറുള്ളത്. അവളുടെ ആദ്യത്തെ പുസ്തകം 2022 അത് മോഹൻ സാറിൻ്റെ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടായത് എനിക്കാണ്. അപ്പം അത് ഒട്ടും മോശമായില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത്. കാരണം 2ാമത്തെ വർഷമാകുമ്പോഴേക്കും അവൾ 5ാമത്തെ പുസ്തകമാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അറബിയിൽ എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്. ഇപ്രാവശ്യം നോവലാണ്. മറ്റൊന്നും പറയാനുള്ളത്, UAE ടാലന്റ് റൈറ്റർ അവാർഡ് വാങ്ങിയ വിന്നറാണ് നമ്മുടെ അതിഥി. അവള് നിശബ്ദയായിരിക്കുന്നേ ഉള്ളൂ, പക്ഷേ അവളുടെ ഉള്ളിലെ വലിയൊരു അഗ്നി ജ്വലിക്കുന്നുണ്ട്. സാഹിത്യ ലോകത്ത് അറിയപ്പെടാൻ പോകുന്ന, ഒരു പക്ഷേ വെറുതെ പറയുന്നതല്ല, നമ്മുടെ അരുന്ധതി റോയുടെയൊക്കെ അടുത്തേക്ക് എത്താൻ അവൾക്ക് ഉള്ളൊരു ജ്വാല അവളുടെ ഉള്ളിലുണ്ട്. തീർച്ചയായിട്ടും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ആശംസകൾ. വേദിയിലിരിക്കുന്ന ശരത് സർ, സുധീര ടീച്ചർ, ഡോക്ടർ, പ്രിയപ്പെട്ട കൊച്ചുമകൾ അതിഥി എന്ന വലിയ എഴുത്തുകാരി, പിന്നെ ഞങ്ങളുടെ നാട്ടുകാരിയായ ടീച്ചർ, ഇവിടെ വന്ന് കണ്ടുമുട്ടിയതല്ല എങ്കിലും ഞങ്ങൾ അയൽക്കാരാണെന്ന് തിരിച്ചറിവുണ്ടായി. ചില കണ്ടുമുട്ടലുകൾ നിമിത്തങ്ങളാണ്. അത്തരമൊരു കണ്ടുമുട്ടലായിട്ടാണ് ഞാൻ ഈ ഒരു ഇടം മനസ്സിലാക്കുന്നത്. ഷാർജ എന്ന വലിയൊരിടത്തിൽ നമ്മൾ വന്നെത്തുമ്പോൾ ബന്ധങ്ങൾക്ക് അകലം കുറയുന്നു, സ്നേഹങ്ങൾക്ക് അടുപ്പം കൂടുന്നു.
ശരത് സാറിനെ പോലുള്ള, സുധീര ടീച്ചറെ പോലുള്ള, അതിഥിയെ പോലുള്ള ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ എൻ്റെ പോളിമോസ് ദ വോർ ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത് എന്നുള്ളത് എവിടെയാണെന്നും ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയത് ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന വ്യക്തികളായിട്ടാണെന്നും മനസ്സിലാവുമ്പോൾ അതീവമായ ചാരിതാർത്ഥ്യമുണ്ട്. ഇങ്ങനെ ഒരു വേദി തന്നതിന് ഈ കുടുംബത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇവിടുത്തെ ഈ മണ്ണിൽ ചവിട്ടി നിൽക്കാനും ഈ ഒരിടം അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് വിരാജിക്കുന്നതിനുള്ള അവസരമാക്കി തന്നതിനും ഇവിടുത്തെ രാജാവിനോട് ഞാൻ അതീവ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വേർഡ് മീനിങ് ഓഫ് അതിഥി നമുക്ക് എല്ലാവർക്കും അറിയാം. ഗസ്റ്റ് എന്നതാണ്. ടീച്ചർ മോളിങ്ങിട്ട് ടീച്ചർ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരും. വേർഡ് മീനിങ് ഞാൻ പറഞ്ഞില്ല, അതിഥി എന്നത് ഗസ്റ്റ് ആണ്. പക്ഷെ നിങ്ങളെന്നെ ഗസ്റ്റുകൾക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നത് ഈ കുഞ്ഞ് അതിഥിയാണ്. May you write more, may you think more. Now you wish them vote of thanks. Good evening. I would like to thank all of you for coming to my book release ceremony, especially since this is one of the most special ceremonies, since it marks the release of a book I've spent a lot of time writing and thinking over. First, I would like to thank all the guests on the stage who have helped make this book release a success, like Dr. K.P. Sudhira, Dr. Tessie, Dr. Bashir, Ms. Drisha, and our Vayalar Sarachandra Varma uncle. I would like to thank all of you here for making this book release a success. So apart from that, also I had this one teacher, Ms. Shama. She is not here, but she was a very important person in my life because she helped mentor me and make my book release a success. Then my librarian, Ms. Lata, who has come to this ceremony and has really made me a lot more glad about this. I would also like to thank all the people who have supported me, my parents, my mother, my father, and my little brother Aditya. I would like to thank all my relatives, all my friends, everyone who is here and has been here to support me and encourage me to keep writing. And also Mohan sir, who has always given me an opportunity to release my book. Writing has always been important and special to me because it was something that really makes me happy, and I think I've started writing since when I was 4 or 5. I used to have this little diary in which I used to write poems and little stories, and from there I started off, and I think that's how I actually managed to make something like this. But when I was writing these little poems and stories, I had never thought that it would actually become a proper published and released book. And I have Dr. K.P. Sudhira to thank for that. He is a family friend of ours and he introduced the idea of publishing the book to us. And 2 years ago, we published and released my first book, Beauty of Nature, here at Sharjah International Book Festival. I would also like to thank the Sudhira aunties, daughter-in-law and my mother's friend, Pik auntie, who has also been a great support and source of encouragement for me because she always motivated me to keep on writing. So my book, The Chronicles of the Dead, it was a long journey for me and it was also very fun because it's the first time I made a plot as big as this. And this took a lot of effort to do, and it's like an adventure of many characters from the underworld who explore afterlife and their own life before coming to the underworld through a series of adventures. Thank you. Thank you, thank you. I'm not becoming rude. We need to follow the time here. That's it. Mohan uncle, come here now. Mohan uncle is here with the certificates. Book Authority certificate of appreciation.
അതിഥി അരുൺ എനിക്ക് വളരെ പ്രിയപ്പെട്ട മോളാണ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സ്ത്രീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധന്യയാണ്. ധന്യുണ്ടോ ഇവിടെ എന്നറിയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. വളരെ ഇന്നസെൻ്റ് ആണ്, വളരെ ഓപ്പൺ ആണ്, വളരെ അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ മകളാണ് അതിഥി അരുൺ. അരുൺ അതുപോലെ തന്നെ വളരെ വൺ ഓഫ് ദി ബെസ്റ്റ് പേഴ്സൺസ് ഐ എവർ മെറ്റ്. അപ്പോൾ എനിവേ ഐ വിഷ് ഹർ ഓൾ ദി വെരി ബെസ്റ്റ്. ഫാമിലി ഫ്രണ്ടാണ് ഇവർ. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ ഒരു അവാർഡ്, ഈ ഒരു സർട്ടിഫിക്കറ്റ് ആസ് എൻ ഓത്തർ, ഐ ഹാവ് given her many certificates, but this is proving that she is an author. So I'm just handing over this on your behalf. Actually, her brother is here. He promised me, I think last year or second. Yeah, last year. He will be coming up with a book. Have you done that? I am making a book about having like an impossible level of friends. It will be like 1 million to 10 million friends. Its story begins with a person. He put 10 million people drank a juice, and then they became that person's friend. I already started with the book. It's my. Then thank you everyone for coming to this book fair. There are like 100 to 200 of you there. All of you, you deserve a thank you for all of you coming. I wish you came next year also. Thank you everyone, and also maybe next year we will be going to some other book. We're going to go somewhere else to publish the book. Yeah, Aditya, we'll have to speak next year with your book, so let's save some words now. Will you be coming next year with the book? Yeah, I think so. If the book becomes a success. Thank you, and handing over the certificate to Aditya.